ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാട്ടിൽ നിന്ന് കുറച്ച് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ 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 നല്ല നല്ല ഫ്രഷ് കപ്പ. ഇതിൽ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മമ്മി കൊടുത്തു വിട്ട കപ്പയാണ്. ഈ ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയത് എടുക്കാൻ കേട്ടോ. പക്ഷെ ഞാനതിനെ നല്ല പ്ലാസ്റ്റിക് കൂടിനകത്ത് പൊതിഞ്ഞ് റബ്ബർ ബാൻഡൊക്കെ ഇട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചത് കേടായെന്ന്. പക്ഷേ അങ്ങനെ വെച്ചോണ്ടാണോ എന്ന് അറിയത്തില്ല, ഒരു കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്. നല്ല ഫ്രഷ് കപ്പ മുറിക്കുന്ന പോലെ തന്നെ. ഇങ്ങനെ ഈസി പീസി ആയിട്ട് തൊലി പൊളിഞ്ഞു പോരുന്നല്ല കേട്ടോ, ഇച്ചിരി പാടാ ഇരിക്കാൻ. നോക്കാം നമുക്ക്. ചില നല്ല മലബാറൻ കപ്പയാന്ന് തോന്നുന്നു. ഇങ്ങനെ അങ്ങ് തൊലി പൊളിച്ചാൽ പൊളിഞ്ഞു പോരും. പക്ഷെ ഇവൻ അങ്ങനെ വരുന്നില്ലല്ലോ സാറേ. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. നാളെ വെക്കണോ അതോ നോമ്പ് കഴിഞ്ഞു വെച്ചാ മതിയോ? എനിക്കും എന്താണ് താല്പര്യം, കുഴപ്പമില്ല. എനിക്കെന്തും. ചോറുണ്ണാൻ പോകണം. പപ്പടത്തിനകത്ത് കൈക്കില്ലേ? പപ്പടത്തിനകത്ത് അത് വെട്ടി എറിഞ്ഞിട്ട് വെക്കണം, അല്ലേ പോ ഞുറുക്കിയിട്ടേ. ഉണ്ട്. എന്നാ ഫ്രിഡ്ജ് വെക്കാം അല്ലേ? എന്നിട്ട് എല്ലും കപ്പയും വെക്കാം അല്ലേ? അതോ നാളത്തേന് വെക്കണോ? പറ. നാളെ കപ്പ വേവിക്കണോ? നാളെ കപ്പ വേവിച്ചാ കടലക്കറിയും പിന്നെ മതിയോ? പിന്നെ നല്ല നാടൻ കപ്പ കൊണ്ടുവന്നിട്ടല്ലേ. ഒരു കത്തിയും പിച്ചാത്തിയൊക്കെ എടുത്ത് ഇങ്ങ ഇറങ്ങുന്നേ. തിന്നാൻ പോവായിരിക്കും. പണ്ട് ഏക്കർ കണക്കിന് സ്ഥലം ഉണ്ടാകുന്ന ജന്മി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് അമ്മാവന്റെ ചന്തിയെ തഴമ്പുണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കപ്പയൊക്കെ വെട്ട അറിയണ്ടേ? എന്താ ഈ തീറ്റ തന്നെ തീറ്റ എന്നാ എന്നെ ഒന്ന് സഹായിക്കാം. വേണ്ട, തിന്ന് സഹായിക്കാനല്ല പറഞ്ഞേ. കഴിച്ചു എഞ്ഞു മാറുക. കഴിക്കുന്നതിന് ഒരിക്കലും ആരും കണക്ക് പറയരുത്. അപ്പൊ ശരി, കപ്പ ചെത്തി വെച്ച് കാണിക്കാം.